പ്രേക്ഷകർക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മന്ത്രമാണ്. ഋഗ്വേദ മന്ത്രം. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പിലെങ്കിലും രചിച്ചിട്ടുള്ളതാണ് ഋഗ്വേദം എന്ന് ഭാഷാചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലുള്ള ഒരു മന്ത്രമാണിത്. ഇത് ഒരു വൃക്ഷത്തെ ആരാധനാമൂർത്തിയാക്കി കൊണ്ടുള്ള ഒരു മന്ത്രമാണ്. ത്രിമൂർത്തികളെ ഒരു വൃക്ഷമായി കരുതിക്കൊണ്ട് ആ വൃക്ഷത്തെ ആരാധിക്കുന്നതാണ് വൃക്ഷാരാധന. അതിൽ മൂലമോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേ നമ, അശ്വത്ഥഹുതഭഗ്ദേവ ഗോവിന്ദസ്യ സദാശ്രയ, അശേഷം ഹരമേ ശോകം വൃക്ഷരാജ നമോസ്തുതേ. ഇതാണ് ആ മന്ത്രം. ആ മന്ത്രത്തിൽ മൂലമോ ബ്രഹ്മരൂപായ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. ഒരു വൃക്ഷത്തിൻ്റെ വേരിനെ ബ്രഹ്മാവായി സങ്കല്പിക്കുകയാണ്. അതിൻ്റെ തണ്ടിനെ മഹാവിഷ്ണുവായി സങ്കല്പിക്കുകയാണ്. അതിൻ്റെ അഗ്രത്തെ ശിവനായി സങ്കല്പിക്കുകയാണ്. വേര് ബ്രഹ്മാവിൻ്റെ രൂപം നൽകിയിരിക്കുന്നത് ബ്രഹ്മാവാണ് ഇതെല്ലാ സൃഷ്ടിയും നടത്തുന്നത് എന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തണ്ട് എന്ന് പറയുന്നത് ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനെയും പരിപാലിച്ചു പോകുന്നതിനുള്ള ആ ദേവനാണ് വിഷ്ണുദേവൻ. ആ വിഷ്ണുദേവന് നൽകിയിരിക്കുന്നത് തണ്ടായിട്ടാണ്. അഗ്രതു ഏറ്റവും മുകളിലായിട്ടാണെങ്കിൽ ശിവനാണ്. ശാഖകളും പൂവുകളും കായ്കളുമെല്ലാം ശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഈ വൃക്ഷാരാധന ഏകദേവ സ്വരൂപത്തിൻ്റെ ആശയത്തിൽ നിന്നും സിദ്ധാന്തത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം വരുന്നതിന് മുമ്പ് തന്നെ ത്രിമൂർത്തികൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന അതിനകത്ത് ഉണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ. ഈ മന്ത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ശനിദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ശനിദോഷം മാറുന്നതിനായിട്ട് അശ്വത്ഥമതത്തെ വലം വെച്ചാൽ എല്ലാ ശനിദോഷങ്ങളും മാറും എന്ന് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൂലമോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേ നമ. ഈ ആരാധനാ രീതി കേരളത്തിൽ ഓച്ചിറ ക്ഷേത്രത്തിൽ, ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. അവിടുത്തെ വിനോദങ്ങളും വിനോദങ്ങളും കളികളും എല്ലാം വേദകാലത്തെ അനുസ്മരിക്കുന്നതാണ്.